ഹലോ, ഇന്ന് എണീക്കാൻ വളരെ താമസിച്ചു പോയിട്ടോ. 7 മണി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എണീച്ചപ്പം ഇടയ്ക്ക് എപ്പോഴും ഒന്ന് എണീറ്റിട്ട് കിടന്നതുകൊണ്ട് അലാറം അടിച്ചൊന്നും കേട്ടതേയില്ല. അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലായി. എന്തുണ്ടാക്കണമെന്നൊക്കെ ആലോചിച്ച് കിടന്നതാണ്. പക്ഷേങ്കിൽ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നേ പോയി കിട്ടി. കാരണം നമുക്കൊന്നും ചെയ്യാൻ പാടില്ലാത്ത പോലെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. മറ്റേ ഞാനെന്നും 6 മണിക്കൊക്കെ എണീക്കുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് പെട്ടെന്ന് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ 7:15 കഴിഞ്ഞു. അതുകൊണ്ട് ആകെപ്പാടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ലായിപ്പോയി. കാരണം പെട്ടെന്ന് തല്ലിക്കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഞാനപ്പം പെട്ടെന്ന് ചോറൊക്കെ കുക്കറിലിട്ടു. പിന്നെ ഞാൻ ചോറിന് കറിക്കായിട്ട് കൊണ്ടാട്ടമുളക് വറുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പരിപ്പും വാഴയ്ക്കായും കൂടെ തോരനാണ് വയ്ക്കുന്നത്. അത് ആദ്യമേ സവോളയെല്ലാം കൊത്തി അരിഞ്ഞ് കുറച്ച് പരിപ്പെടുത്തിട്ട് പരിപ്പ് പകുതി വെന്ത് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മുടെ വാഴയ്ക്ക ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു. അതും കൂടെ നമ്മളിട്ട് തോരനാക്കുകയാണ് ചെയ്യുന്നത്. പെരുംജീരകം മാത്രമേ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പം ആദ്യമേ വാഴയ്ക്ക മെഴുക്കുവരട്ടി വെക്കണമെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാൻ ഓർത്തു മെഴുക്കുവരട്ടി മാത്രം എങ്ങനെ കൂട്ടി ചോറുണ്ടെന്നേ, അതുകൊണ്ട് ഇങ്ങനെ തോരനാക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ പണിക്ക് പോയത്. അത് പക്ഷേ നല്ലതായിരുന്നു, നന്നായിട്ട് ഒക്കുകയും ചെയ്തായിരുന്നു. അപ്പം ഈ പരിപ്പ് പകുതി വെന്തെന്ന് തോന്നി. അന്നേരപ്പത്തിന് നമ്മൾ അതിനകത്തേക്ക് വാഴയ്ക്ക ഇട്ട് കൊടുത്ത് നമ്മളതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കാപ്പിയുടെ പരിപാടിയായി. കാപ്പിക്ക് ഞാൻ മുട്ടക്കറിയാണ് വെച്ചത്. മുട്ടക്കറിയുടെ ഗ്രേവിയെല്ലാം ഇങ്ങനെ കുക്കറിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് മുട്ട എത്ര ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട്, ഇതിപ്പോൾ ഒരു മുട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു മുട്ട മാത്രം വേറൊരു സ്റ്റീൽ പാത്രത്തിനകത്ത് ആ ഗ്രേവിയുടെ മണ്ടയ്ക്കോട്ട് വേകുന്നതിന് മുന്നേ ഇറക്കി വെച്ചിട്ട് അതങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുട്ടക്കറിയൊക്കെ വേവും കേട്ടോ. ഞാനതൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാമേ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടിനായിരുന്നു ആദ്യമേ ഉദ്ദേശിച്ചത്. പക്ഷേ പുട്ടല്ല ഞാൻ ഉണ്ടാക്കിയത്. ഞാനൊരു വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്ന് ഉതിരായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കറികളുടെ പരിപാടി എല്ലാം ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മുടെ വാഴയ്ക്കൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്കാണ് പുട്ട് കുഴയ്ക്കുന്നത്. അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ടല്ല ഒന്നുണ്ടാക്കാൻ പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓളിനോള് പോലെ കിടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ പെരുംജീരകമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കറിയെല്ലാം സെറ്റാക്കി അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാഴയില എടുത്തുകൊണ്ട് വന്നിട്ട് ഇഡ്ഡലി തട്ടയിലോട്ട് പുട്ട് കുറേ ഇങ്ങനെ ആയി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കല്ലേ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, സമയം അന്നേരപ്പോഴത്തേനും 9:30-9:45. അയ്യോ, സമയം പോയല്ലോ എന്ന് ഓർത്തു. ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ അടുത്തെന്നറിയാമോ കുറച്ചേറെ തേങ്ങ ഇട്ടിട്ട് ഉതിരി പോലെ ഉണ്ടാക്കി. എന്നിട്ട് ഈ വാഴയിലേക്കകത്തിട്ട് ആദ്യമേ കുറച്ച് തേങ്ങയെല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ പൊടിച്ച പൊടിയെല്ലാം കൂടെ അതിനകത്തോട്ടങ്ങ് വാരിയിട്ടു. പെട്ടെന്ന് അങ്ങ് പരിപാടി തീരുമല്ലോ നമുക്കതിൽ അത്യാവശ്യം. എന്നിട്ട് ഇത് ആവിക്ക് വെച്ചു. നന്നായിട്ട് ഫുള്ള് തീയിൽ ആവിക്ക് ഒരു 5 മിനിറ്റത്തോളം വെച്ചു. ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ കിച്ചണെല്ലാം ക്ലീനാക്കി സെറ്റപ്പാക്കി നല്ല അടിപൊളിയായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുട്ട് കുത്താനും പോകണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എൻ്റെ കാപ്പിക്ക് ഞാൻ ഉതിരും മുട്ടക്കറിയും കൂടെ ആക്കി. അങ്ങനെ ഞാൻ